പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യത്തെ റാങ്കുകളിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 മാസത്തെ ഏകദേശം ഒരു സ്റ്റഡി പ്ലാൻ പോലെയാണ് കാര്യങ്ങൾ പറഞ്ഞു പോയത്. അവിടെ ഞാൻ സ്കിപ്പ് ചെയ്ത കുറച്ച് പോർഷൻസ് ഉണ്ട്, അതായത് കുറച്ച് ഭാഗങ്ങൾ ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് നാളുള്ള പരീക്ഷകൾ പരിശോധിക്കുമ്പോൾ ചില ഭാഗങ്ങൾ ആർക്കും ആൻസർ ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് പോകുന്നുണ്ട്. ചില കുട്ടികൾ, മിക്ക കുട്ടികളും അത് ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യുന്നതിനനുസരിച്ചുകൊണ്ട് PSC ആ ഭാഗങ്ങൾ കൂടുതൽ ഫോക്കസ് ആയിട്ട് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട്. 1.5 വർഷത്തെ ചോദ്യ പേപ്പറുകൾ ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. സോ നിങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ച ചോദ്യ പേപ്പറുകളോടൊപ്പം നിങ്ങൾക്ക് ആദ്യത്തെ 100 റാങ്കിനകത്ത് വരണമെങ്കിൽ ഈ ഭാഗങ്ങൾ കൂടി ഫോക്കസ് ചെയ്യണം. കാരണം ഇനി നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന CPO WCPO പരീക്ഷകളിൽ നിങ്ങളെ കുഴപ്പിക്കാൻ പോകുന്ന, നിങ്ങളെ നല്ല മാർക്കിലേക്ക് എത്തിക്കുന്നതിൽ തടയാൻ പോകുന്ന ഭാഗം, നിങ്ങൾ ടൈം കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പോകുന്ന ഭാഗം, നിങ്ങളെ എക്സാം ഹാളിൽ തകർക്കാൻ പോകുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങൾ പഠിച്ചില്ലെങ്കിലുള്ള കുഴപ്പം ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞതാണ്. അയ്യോ എല്ലാം കയ്യിൽ നിന്ന് പോയി എന്നൊരു തോന്നൽ വരും. അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുമ്പിട്ട് ഈക്വൽസിന്റെ ഏറ്റവും പുതിയ CPO WCPO ബാച്ചുകൾ, CPOയ്ക്കും WCPOയ്ക്കും സെപ്പറേറ്റ് ബാച്ചുകളാണ്. വെറും 899 രൂപ മാത്രമാണ് എൻ്റയർ കോഴ്സിന്റെ 6 മാസത്തെ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും എക്സാംസ് ഉണ്ടാവും, ഡെയിലി ടൈം ടേബിൾ ഉണ്ടാവും, അതിന്റെ PDF നോട്ട്സ് ഉണ്ടാവും, അതിന്റെ വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും, വീക്ക്ലി എക്സാംസ് ഉണ്ടാവും, അതുപോലെ റിവിഷൻ എക്സാം, മന്ത്ലി റിവിഷൻ എക്സാംസ് ഉണ്ടാവും. എല്ലാ റിവിഷനും ഉണ്ട്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള SCRT ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും. കുറച്ച് നാളത്തെ പരീക്ഷകൾ, ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് 1.5 വർഷത്തിനിടയിലുള്ള ചോദ്യ പേപ്പറുകൾ പരിശോധിച്ചാൽ പക്ഷേ റാങ്ക് നിർണ്ണയിക്കപ്പെടുന്ന ചോദ്യങ്ങൾ ആ ഭാഗത്ത് നല്ല വരുന്നത്. എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. സ്പെഷ്യൽ ടോപ്പിക്ക് ഇപ്പോൾ ഏത് പരീക്ഷ എടുത്തു കഴിഞ്ഞാലും ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. 1-2 ചോദ്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവും, അത് പക്ഷേ ആർക്കും കിട്ടുന്നില്ല. ഇനി മാത്സ് ആണെങ്കിലും പ്രശ്നം വരുന്നില്ല, ഇംഗ്ലീഷ് ആണെങ്കിലും കുഴപ്പമില്ല, മലയാളം ആണെങ്കിലും കമ്പാരിറ്റീവ്ലി വലിയ ഡാമേജ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം നമ്മൾ സ്കോർ ചെയ്യേണ്ടത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ഈ ഭാഗങ്ങളാണ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. എല്ലാ പരീക്ഷയിലും നമ്മളിപ്പോൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും എടാ സ്പെഷ്യൽ ടോപ്പിക് എത്ര കിട്ടിയാൽ അതൊരു 15-16 കിട്ടുന്നുണ്ട്, മാത്സ് ഒരു 7-8 കിട്ടുന്നുണ്ട്, ഇംഗ്ലീഷ് ഒരു 6-7, മലയാളം അത് വരുമ്പോൾ ഒരു 6-7, ഇങ്ങനെയൊക്കെ നമുക്ക് ഇവിടുന്ന് എല്ലാം മാർക്കുകൾ വരുന്നുണ്ട്. ഈ കിട്ടാത്ത ഭാഗങ്ങളുണ്ടല്ലോ അത് നമുക്ക് ആർക്കും കിട്ടുന്നില്ല. അത് റാങ്ക് മേക്കിംഗ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക്, നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ താഴെ ഒന്ന് കമന്റ് ചെയ്യുക, അതല്ലേ അപ്പോൾ റാങ്ക് മേക്കിംഗ്. അതല്ല മിക്ക ആളുകൾക്കും ചിലപ്പോൾ അതിലൊരു വലിയ ഭാഗത്തിന് ചിലപ്പോൾ അവിടെ നിന്നും സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് റാങ്കിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് എത്ര പഠിച്ചാലും കിട്ടാത്ത, എവിടെ നിന്നാണ് ചോദ്യങ്ങൾ പോലും വരുന്നതെന്ന് മനസ്സിലാക്കാത്ത തരത്തിൽ ചില ഭാഗങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് PSC ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എത്ര നോക്കിക്കഴിഞ്ഞാലും ആ ഒരു മാർക്ക് നമ്മൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ 1000 പേര് എഴുതി കഴിഞ്ഞാൽ അതിനൊരു 10-15 പേർക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. PSC ഒരു പാറ്റേൺ ഇപ്പോൾ പിടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഭാഗമാണ് ആർക്കും ആൻസർ ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളായിട്ട് വരുന്നത്. നോക്കിയേ, എക്സാമ്പിളായിട്ട് കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളിപ്പോൾ PLC ഈ പറയുന്ന നമ്മുടെ ISROയുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ പഠിക്കും, PSLV നമ്മൾ പഠിക്കും, ഏത് റോക്കറ്റ് ആണെന്ന് പഠിക്കും. അതൊക്കെ പഠിച്ച് നമ്മൾ അത് എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്, ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ പഠനം. പക്ഷേ അത് മനസ്സിലാക്കി PSC സ്റ്റേറ്റ്മെന്റിലേക്ക് ഇപ്പോൾ പോവുകയാണ്. സ്റ്റേറ്റ്മെന്റിലേക്ക് പോയിട്ട് നമുക്കത് ഒരു കാരണവശാലും ആൻസർ ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് ആ ചോദ്യങ്ങളുടെ രീതി തന്നെ മാറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ ഇപ്പോൾ റാങ്ക് മേക്കിംഗ് അല്ലെങ്കിൽ നല്ല മാർക്ക്, അതായത് CPO WCPO പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഒരു 80-ന് മുകളിലേക്ക്, 70-ന് മുകളിലേക്കോ 75-ന് മുകളിലേക്കോ ഒക്കെ പോകണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ പഠിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ CPO WCPO പരീക്ഷയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സും സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ഒരെണ്ണം എങ്ങാനും അല്ലാതെ ഉണ്ടാവും, ബാക്കി മിക്കവാറും എല്ലാം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ്. സോ നല്ലൊരു മാർക്ക് വാങ്ങാൻ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ നോക്കി പോവുക. അതും എല്ലാം വാരി വലിച്ച് പഠിക്കണം, എല്ലാം പഠിക്കണം. അതായത് ഡെയിലി ന്യൂസ് പേപ്പർ മാത്രമല്ല, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, PSC ബുള്ളറ്റിൻ, ഇതിൽ വരുന്ന കറണ്ട് അഫയേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. അതെല്ലാം മാർക്ക് ചെയ്ത് കുറച്ച് നാളൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും ഏതാണ് PSC ചോദിക്കുന്നത്. അതിന് PQ നോക്കണം. ഈ 1 വർഷത്തെ 1.5 വർഷത്തെ കറണ്ട് അഫയേഴ്സിന്റെ പാറ്റേൺ, നിങ്ങൾ ഒരുപാട് പുറകിലേക്കൊന്നും പോകരുത്. കറണ്ട് അഫയേഴ്സിന് 2 വർഷം പോയാൽ മതി. ഞാൻ നോക്കുമ്പോഴത്തേക്ക് 1.5 വർഷത്തേക്കുള്ള മാറ്റമാണ് കാണുന്നത്. ആ 1.5 വർഷത്തിനിടയിലുള്ള ചോദ്യ പേപ്പറുകളെല്ലാം ഒരു 10ാം ക്ലാസ്സിന് മുകളിലേക്കുള്ള എല്ലാ ചോദ്യ പേപ്പറും എടുക്കുന്നുള്ളതാണ്. ആ ചോദ്യ പേപ്പറുകൾ എടുത്തിട്ട് എവിടെ നിന്നാണ് ഫോക്കസ് ചെയ്യുന്ന, ആ ചോദ്യങ്ങൾ വരുന്ന രീതി, ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. സോ റാങ്ക് വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. റാങ്ക് വാങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 100 റാങ്കിനകത്ത്, ആദ്യത്തെ 1ാം റാങ്കിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ആദ്യത്തെ 100-150 റാങ്കിനകത്ത് വരണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ കുഴപ്പിക്കാൻ പോകുന്ന എല്ലാവർക്കും, ബാക്കി ഈ പറയുന്ന എല്ലാ മാർക്കും നോക്കിയിടെ, ഈ സ്പെഷ്യൽ ടോപ്പിക്ക് എല്ലാവരും കുറേ മാർക്ക് അവിടെ സ്കോർ ചെയ്യും.
മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, ജോഗ്രഫി, ഇതെല്ലാം കുറേ ആളുകൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു സെക്യൂർ സ്കോർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവിടെ നിന്നായിരിക്കും ഈ 50-55 മാർക്ക് എല്ലാവരും, അല്ലെങ്കിൽ 40-42 മാർക്ക് വരെ ഈ ഒരു ഭാഗത്തു നിന്ന് ആളുകൾ സ്കോർ ചെയ്തെടുക്കും. പിന്നെയാണ് ഈ ഒരു ജെർക്ക് ഉണ്ടാവുന്നത്. എവിടെ നിന്നാണ് ഈ സ്കോർ ചെയ്ത് വരുന്നത്? അവിടെയാണ് PSC ചില ട്രിക്കുകൾ കാണിക്കുന്നത്. ആർക്കും കിട്ടരുത് എന്ന് വിചാരിക്കുന്നത്. എല്ലാവർക്കും കിട്ടുന്ന കുറേ മാർക്കുകൾ അവിടെ ഉണ്ടാവും. എല്ലാവരും ഈ മാർക്കും പിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ നോക്കുന്ന പറഞ്ഞാൽ ഈ ഒരു മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക് കയറ്റാനായിട്ട് എവിടുന്ന് മാർക്കുകൾ കിട്ടും എന്നുള്ളതാണ്. നമ്മൾ അതും പ്രതീക്ഷിച്ച് നോക്കി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കുമ്പോഴായിരിക്കും നമ്മൾ മാർക്ക് വാങ്ങാനായിട്ടിരുന്ന കറണ്ട് അഫയേഴ്സ് പോലുള്ള സബ്ജക്റ്റുകൾ അവിടെ കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. സോ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ആളുകൾ, ഇന്നലെ പഠിച്ചു തുടങ്ങിയ ആളുകളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, കറണ്ട് അഫയേഴ്സ് ഷുഡ് നോട്ട് ബി ഈസി ഫോർ യു. ഈ പറയുന്ന എക്സാമിന്, ഇനി വരാൻ പോകുന്ന അപ്കമിങ് എക്സാംസിന് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഒരു ചെറിയ പിക്ക് അല്ല, ഈസി ആയിട്ട് നടക്കുന്ന ഒരു പരിപാടിയല്ല. സോ ഇപ്പോഴേ തുടങ്ങിയാൽ, ഇന്ന് മുതൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഈസിയാണ്, അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അവസാനത്തെ ഒരു മാസം ഇരുന്നിട്ട് ആ കുറേ 6 മാസത്തിനിടയിൽ, ഞാൻ ഇത് കണ്ടിട്ടുണ്ടാണ്, സെൻട്രലിൽ കണ്ടിട്ടുണ്ടാണ് പറയുന്നത്, ഈ 6 മാസത്തിനിടങ്ങി ഇറങ്ങിയ മൊത്തവും തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും എടുക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോയിൽ ഈ 100 ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ കറണ്ട് അഫയേഴ്സ് മുഴുവൻ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3-4 വീഡിയോ കാണും. അതിൽ നിന്ന് ഒരു 3-4 മാർക്ക് വാങ്ങിക്കും. ആ 3-4 മാർക്കിൽ നിങ്ങളുടെ റാങ്ക് ഒന്നും വരത്തില്ല. അത് നിങ്ങൾ ഈ പറയുന്ന കട്ട് ഓഫ് ബ്രേക്ക് ചെയ്ത് പോകാനേ പറ്റത്തുള്ളൂ. റാങ്കിലേക്കൊന്നും നിങ്ങൾ എത്തിക്കില്ല. റാങ്കിലേക്ക് എത്തിക്കണമെങ്കിൽ ഏത് ടോപ്പിക്കിൽ നിന്നാണെങ്കിൽ 10 മാർക്കിന്റെ ആണെങ്കിൽ 7 മാർക്ക് സ്കോർ ചെയ്യണം. 2-3 ക്വസ്റ്റ്യൻസ് മാത്രം സ്കിപ്പ് ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങൾ റാങ്കിലേക്ക് ഇടുന്നത്. 2 എണ്ണം, ബാക്കി എല്ലാം സ്കോർ ചെയ്ത് എല്ലായിടത്തും 2-3 മാർക്ക് വെച്ച് പോയാലേ നിങ്ങൾക്ക് 75-78 എത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒന്നും നമുക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ അതിൽ നിന്ന് ഒന്നാമത്തെ ടോപ്പിക്ക് ഞാൻ പറഞ്ഞു കറണ്ട് അഫയേഴ്സ്. രണ്ടാമത്തെ ടോപ്പിക് എക്കണോമിക്സ് ആണ്. എല്ലാവരും അങ്ങ് വിട്ട് കളയുന്ന സാധനമാണ് എക്കണോമിക്സ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ഒരു എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം 2.5 വർഷം കൊണ്ട്, 2-3 വർഷം കൊണ്ട് എക്കണോമിക്സും ഇപ്പോൾ ആർക്കും ആൻസർ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ, അത് +2 ലെവലിന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ആൻസർ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ എക്കണോമിക്സിന്റെ ചോദ്യം പേപ്പറുകൾ മാറിയിട്ടുണ്ട്. സോ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പുതിയ പുസ്തകങ്ങളിലുള്ള എക്കണോമിക്സ് നന്നായിട്ട് പഠിക്കണം. പിന്നെ എക്കണോമിക്സിൽ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ +1 +2 മാക്രോ മൈക്രോ എക്കണോമിക്സ് അതുകൂടി നോക്കി പോവുക. എക്കണോമിക്സ് കുറച്ച് ഡെപ്തിലാണ് നമ്മുടെ പരീക്ഷകൾ വരുന്നത്. വെറുതെ പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 ആര് കൊണ്ടുവന്ന്, ഏത് മാതൃക, ആ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ മാത്രം പോയിരുന്നാൽ ശരിയാവില്ല. അതിൻ്റെ വളർച്ചാ നിരക്ക് എന്താണ്, എന്തിനാണ് പോയത്, ആ സമയത്ത് മന്ത്രിമാർ ആരൊക്കെയായിരുന്നു, എന്താ വളർച്ച വരെ കൈവരിച്ചു, അങ്ങനെ കുറേ ഡീറ്റെയിൽ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും അവൈലബിൾ ആണ്. ആ ഭാഗങ്ങളിലേക്ക് പോകണം. ഒരു സാധനവും വെറുതെ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ വർഷം, പണ്ടൊക്കെ അത് പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പം അത് പോരാ. എന്തായിരുന്നു പരിഷ്കാരങ്ങൾ എന്ന് പഠിക്കേണ്ട നിലയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. പിന്നെ ഉൽപാദന ഘടകം, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. അത് ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ എക്കണോമിക്സും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്ന സബ്ജക്റ്റാണ്. അവിടെയും നിങ്ങൾ കുറച്ച് ഫോക്കസ് കൊടുത്തേ പറ്റത്തുള്ളൂ. അത് നിങ്ങൾക്ക് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ, ഇത് ഞാൻ എന്തിനാണ് ഒരു പ്രിക്കോഷൻ തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ 100 റാങ്കിലേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒരു ഭാഗവും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു ഭാഗവും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ആർക്കും ആൻസർ ചെയ്യാൻ പറ്റാത്ത 10 ചോദ്യം അതിനകത്ത് എന്തായാലും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 90 മാർക്ക് വരുന്നത്. ആ 90 മാർക്കിൽ 75 അല്ലെങ്കിൽ 70, 75-78 വന്നു കഴിഞ്ഞാൽ എത്ര ആദ്യത്തെ റാങ്കിലേക്ക് പോകും നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത്രയും വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യാതിരിക്കണം, എല്ലാ ടോപ്പിക്കും കവർ ചെയ്യണം. സോ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ്, എക്കണോമിക്സ്, പിന്നെ വരുന്നതാണ് കെമിസ്ട്രിയും ഫിസിക്സും. ബയോളജി വലിയ പ്രശ്നം വരത്തില്ലായിരിക്കാം, പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങളുടെ പരീക്ഷയ്ക്ക് പാടായിരിക്കും. അത് നിങ്ങൾ നോക്കിയാൽ മതി. കെമിസ്ട്രിയുടെ പരീക്ഷകളിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ വിന്യാസം, അതുപോലെ ആരം, റേഡിയസ് ഒക്കെ വെച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഷെല്ലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. അങ്ങനെ കെമിസ്ട്രി കട്ടിയാവുന്നുണ്ട്. ഫിസിക്സും അതുപോലെ തന്നെ ലെൻസും ഈ പറയുന്ന ഒപ്റ്റിക്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളിൽ നിന്ന് കട്ടിയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം. അത് ലെൻസിന്റെ നേരത്തെ നമുക്ക് ഈ പറയുന്ന ഡയമീറ്ററും അതുപോലെ തന്നെ ഫോക്കസും ഒക്കെ ആയിരുന്നു, ഫോക്കൽ ലെങ്തും ഒക്കെ ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് മാറി കുറച്ചുകൂടി ഡെപ്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കണം. അത് നിങ്ങൾ തലകുത്തിയിരുന്ന് പഠിക്കുകയൊന്നും വേണ്ട. പഠിക്കാനായിട്ട് SCRT കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയിലെ മാർക്ക് ഈസി ആയിട്ട് ഇങ്ങ് വന്നോളൂ. ഞാൻ ഉറപ്പ് പറയുകയാണ്, നിങ്ങൾ SCRT 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും ഒരു ഡാമേജ് ഉണ്ടാവില്ല. ഉറപ്പായിട്ടും മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. ഈ വരുന്ന പരീക്ഷയ്ക്കും ഫിസിക്സും കെമിസ്ട്രിയും അവിടെ നിന്ന് തന്നെ ആരും ചോദിക്കുന്നത്. +1 +2 പോകേണ്ട ആവശ്യമില്ല കേട്ടോ. +1 +2 പോയി ഫിസിക്സും കെമിസ്ട്രി ഒന്നും പഠിക്കേണ്ട. നിങ്ങൾ 8 മുതൽ 10 വരെയുള്ള ഫിസിക്സ് കെമിസ്ട്രി ക്ലാസ്സുകളിൽ പോയാൽ മതി. ഈ പറയുന്ന ബയോളജി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇല്ല, കുറച്ച് പോർഷൻസ് പുറത്തുനിന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് ഞാൻ ഈ പറയുന്ന SCRT സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ബയോളജിയുടെ കാര്യത്തിൽ പറയില്ല. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകൾ ഏതാ
നമ്മുടെ കറണ്ട് അഫയേഴ്സ്, എക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി. നേരത്തെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിക്കേണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ, കഴിഞ്ഞ വർഷം ചെയ്തു. പക്ഷേ ഇനി ഞാനത് പറയില്ല, കട്ട് ഓഫ് പോകുന്ന പോക്ക് അറിയാമല്ലോ. അതുകൊണ്ട് പഠിക്കേണ്ട എന്നൊരു ഓപ്ഷൻ ഇനി ഞാൻ പറയില്ല. പഠിച്ചേ പറ്റത്തുള്ളൂ. എവിടെ നിന്ന് പഠിക്കണം, എന്തളവിൽ പഠിക്കണം എന്നതിനനുസരിച്ചാണ് ഇരിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം നന്നായി പഠിക്കുന്നു അതാണ് നിങ്ങൾ റാങ്കിലേക്ക് ഇരിക്കുന്നത്. ഇതൊക്കെ ഇനി പഠിച്ചിട്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു 250-300 റാങ്കിന് മുകളിലൊക്കെ പോകും. എല്ലാ ടോപ്പിക്കും ആദ്യം പറഞ്ഞ കുറേ ടോപ്പിക്കുകളുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്ക്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതിനപ്പുറത്തേക്കാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതുകൂടി നിങ്ങളുടെ കയ്യിൽ കൃത്യമായി എത്തിയാൽ മാത്രമേ നിങ്ങൾ ആദ്യത്തെ 100-നകത്ത് എത്തത്തുള്ളൂ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ കൈവയ്ക്കുന്നില്ല. നിരന്തരമായി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്, പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, പ്രിയാമ്പിള്, ഈ സാധനമൊക്കെ PSC മടുത്തു തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഭാഗ്യത്തിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നൊരു ചോദ്യം ചോദിച്ചാലായി. പക്ഷേ PSC അവിടെ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പോൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതിയിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമ്മുടെ പരീക്ഷയിലേക്ക് വരുമ്പോൾ കോടതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡെപ്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊടാത്ത കുറേ ഭാഗങ്ങളുണ്ട്. ഈ 326 മുതൽ വരുന്ന കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പിന്നെ ഈ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് 152 നിന്ന് തുടങ്ങുന്ന ആ ഭാഗങ്ങൾ ഇത് നമ്മൾ നോക്കാറേ ഇല്ല. ഇനി വേണമെങ്കിൽ PSC അങ്ങോട്ട് ഇറങ്ങാം. നിങ്ങൾ സിലബസ് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും അവിടെ കാണില്ല. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ ലിസ്റ്റുകളും കുറേ അമെൻമെൻറ്റുകളും അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ മാത്രം അവിടെ പെട്ട് കിടക്കുകയാണ്. പക്ഷേ PSCക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനിരിക്കുന്നവരും മറ്റു ഭാഗങ്ങൾ ഈസി ആണെങ്കിൽ എപ്പോഴും ബുദ്ധിമുട്ടാകാൻ പോകുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും കാണുന്ന ഇപ്പോൾ LGS പഠിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ വിചാരിക്കോ LGS ഇത് വേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ LDC അല്ലെങ്കിൽ CPO ഒക്കെ ഇത് ഡിഗ്രി ലെവലൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ? നോക്കണം. പരീക്ഷകളിൽ നിലവാരം മാറിയിട്ടുണ്ട്. നിങ്ങളെ പരീക്ഷിക്കുകയാണ് PSC. അതുകൊണ്ട് ഞാനിപ്പോൾ +2 ലെവൽ പരീക്ഷയ്ക്ക് എന്തിനാണ് ഞാൻ ഡിഗ്രി ലെവലിൻ്റെ പഠിക്കുന്നത്? ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ +2 ലെവൽ പരീക്ഷയാണെങ്കിൽ നിങ്ങൾ ഡിഗ്രി ലെവലിൻ്റെ റാങ്ക് ഫയൽ വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. നിങ്ങൾ അവിടെ സ്കിപ്പ് ചെയ്യേണ്ട പോർഷൻ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി, ജോഗ്രഫിയാണ് നിങ്ങൾക്ക് അവിടെ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ പുസ്തകം വെച്ച് വേണം പഠിക്കാനായിട്ടിരിക്കുന്നത്. പിന്നെ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന നമ്മൾ എന്താണ് ഇതിന് പറ്റിയ റാങ്ക് ഫയൽ ഏതെങ്കിലും ഉണ്ടോ? അത് ഞാൻ റാങ്ക് ഫയലിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ, പുതിയ റാങ്ക് ഫയൽ ഒന്നും കണ്ടില്ല, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.